എൻ്റെ പേര് ബാഹുലനാണ്. തനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതർമ്മണം. വയനാട് ഉരുൾപൊട്ടി 245 പേര് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദുഃഖമായ ഒരു വാർത്തയാണ്. നമ്മളിവിടെ ഇന്ന് പങ്കെടുക്കുന്നത് IT-യിലെ വിക്രം സാറാണ്. അവിടെ പുള്ളിയുടെ ചെയ്ത സാറന്മാർ അവിടെ ഉള്ള വയനാടും കോഴിക്കോടും മലപ്പുറത്തുള്ള സാറന്മാരുണ്ട്. അപ്പോൾ പുള്ളിക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ ദുരന്തത്തിനെ കുറിച്ച് പാറകളിൽ നിന്ന് ഇനി മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് പുള്ളിയിലൂടെ തന്നെ നമുക്ക് ചോദിക്കാം. ACV അവിടെ എത്തിയിട്ടുണ്ട്, പട്ടാളക്കാരെത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്, CRP-ക്കാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. വിക്രം സാർ ധനുച്ചുര IT-യിലല്ലേ പഠിപ്പിച്ചത്? സാറിന്റെ കൂടെ ഉള്ളവരൊക്കെ അവിടെ ഉണ്ടല്ലോ. വയനാട്, കോഴിക്കോട്, മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ള സാറന്മാര്, IT-കളിലൊക്കെ ഉണ്ടായിരുന്ന സാറന്മാരൊക്കെ ഞാനുമായിട്ട് ബന്ധമുള്ളവർ, പരിചയമുള്ള ധാരാളമുണ്ട്. അപ്പൊ ഈ വയനാട് ഉണ്ടായിരുന്ന ഈ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ചുറ്റുമലുള്ള ഈ ഉരുൾപൊട്ടലില് നൂറുകണക്കിന് ആളുകളെ ജീവഹാനി സംഭവിക്കുകയും ഇപ്പോൾ തന്നെ 240 പേര് മരണം ഇനി 250 വരെ ധാരാളം ആളുകളെ 230 ആളുകളെ ഇനി കാണാനുണ്ട്. അപ്പൊ അതെല്ലാം മണ്ണിന്റെ അടിയിലും മരത്തിന്റെ അടിയിലൊക്കെ ബോഡികൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ പുറത്തെടുക്കുന്നതിന് വേണ്ടി പട്ടാളം വരെ രംഗത്ത് എത്തിയിട്ടുണ്ട്. പട്ടാളവും സന്നദ്ധ സംഘടനക്കാരും പോലീസും ബാക്കി ദുരിതകർമ്മ സേന എല്ലാം ഉൾപ്പെടെ വന്നാണ് ഇപ്പം ഈ ബോഡികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. 3000 ഇഷ്ടം പേര് ക്യാമ്പുകളിലാണ്. ഈ ക്യാമ്പുകളിലൊക്കെ കിടക്കുന്നവർക്കെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു തുണി ഉടുക്കുന്നതിനോ മാറുന്നതിനോ തുണിയോ ആഹാരമോ മറ്റൊന്നുമില്ല. കൊച്ചു കുട്ടികളും ഈ രക്ഷപ്പെട്ടവർ, കുറച്ചുപേർ രക്ഷപ്പെട്ടവരാണ് എല്ലാം ക്യാമ്പിൽ കിടക്കുന്നത്. അവരെ ഇവിടെ എല്ലാം കാര്യം വളരെ പരിതാപകരമായ കാര്യമാണ്. അതിന് വീട് തകർന്നു, അവർക്ക് കുറ്റമില്ല, അവിടെ എല്ലാ സാധനവും അവരെ കുടുംബത്തിൽ നിന്ന് അകന്നുപോയവരെ എവിടെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. പിന്നെ അവരെ വീട് നഷ്ടപ്പെട്ടു, അവരെ സ്വത്തുക്കളും ബാക്കി എല്ലാം പോയി, മരിച്ചവരെ പോയി, ആള് പോയി. അങ്ങനെയെല്ലാം വളരെ കഷ്ടത്തിലാണ് അവരെല്ലാം, വളരെ സങ്കടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കണം. നമ്മളെ ഈ കേരളത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെയും കേരളത്തിന്റെയും ഒരു ഭാഗമായ വയനാട് ഈ പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു ജില്ലയാണ്. അവിടെയുള്ള ഈ ആളുകളെ മലയോരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകളാണ് കൂടുതലും. അവിടെ ഒരു ചെറിയ ടൗൺഷിപ്പ് മുഴുവനും ഈ ഉരുൾപൊട്ടലിൽ നശിച്ചു പോയി, ഒഴുകിപ്പോയി. അപ്പൊ നമ്മള് സന്മനസ്സുള്ള ആളുകൾ എത്ര മണിക്കാണ്? 1 മണിക്കല്ലേ ഉരുൾപൊട്ടൽ? രാത്രി 1 മണിക്ക്, 29 രാത്രി 1 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. അന്ന് ആളുകളൊക്കെ ഉറക്കമായിരുന്നു. ആളുകൾ ഉറങ്ങുന്ന സമയത്താണ് ഈ പെട്ടെന്ന് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഈ വീടുകളെല്ലാം ഒഴുകിപ്പോയി. എന്താണ് ഏതാണ് സംഭവം നിൽക്കുന്ന ഒരു ആൾക്ക് അറിഞ്ഞൂടാ. കുറച്ച് ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത്, ഓടി രക്ഷപ്പെട്ടത്. പക്ഷെ ഒരു വീട്ടിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പലരും നഷ്ടപ്പെട്ടു. അവർക്ക് രക്ഷാപ്രവർത്തനം കാര്യമായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ പോരാ. JCB ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ എത്തണമെന്നാണ് അവിടുത്തെ ആളുകൾ ആവശ്യപ്പെടുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെ സന്നദ്ധ സംഘടന 5 മന്ത്രിമാർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകര്, മറ്റ് നല്ല ചെറുപ്പക്കാരായിട്ടുള്ള യുവജന സംഘടന ആളുകളെല്ലാം അവിടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി, ഈ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോഴും കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാലാവസ്ഥ ഏറ്റവും ഇന്നും മഴയാണ്, ഇന്നും മഴ പെയ്യുന്നത്. അപ്പം കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്, മഴയുടെ പ്രശ്നമുണ്ട്. പക്ഷെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള കഴിയുന്ന എല്ലാ പേരും അവരെ കൊണ്ട് കഴിയുന്ന വസ്ത്രങ്ങളായോ ഭക്ഷണമായോ മറ്റു വെള്ളമായോ സാമ്പത്തികമായോ എല്ലാം സഹായിക്കണം. ആ സഹായിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി എല്ലാ സന്മനസ്സുള്ളവരും രംഗത്ത് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിന്ന് പരിചയപ്പെട്ട വിക്രം സാറാണ്, IT-യിലുള്ള സാറാണ്. സാറിന്റെ ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ആ സാറിൻ്റെ കൂടി IT-യിലെ സാറന്മാർ നേരത്തെ ഉള്ളവർ വയനാട്, കോഴിക്കോട്, മലപ്പുറം ഉള്ളവരാണ്. അപ്പോൾ ആ സാറാണ് നമ്മളോട് ഇന്ന് സംസാരിച്ച. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേ.